ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ ജനന തീയതി വെറും ഒരു തീയതി മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു രഹസ്യ സംഖ്യയാണ്. 2026 വർഷം ചിലർക്ക് ഭാഗ്യവും ചിലർക്ക് പരീക്ഷണവും നൽകുന്ന വർഷമാണ്. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫ് പാത്ത് നമ്പർ പ്രകാരം 2026 എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ലൈഫ് പാത്ത് നമ്പർ എന്താണെന്ന് അറിയാമല്ലോ. ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൂട്ടിയിട്ട് കിട്ടുന്ന സിംഗിൾ നമ്പറാണ് നമ്മുടെ ലൈഫ് പാത്ത് നമ്പർ എന്ന് പറയുന്നത്. നമ്പർ 1 ഉള്ളവർക്ക് ഇത് ലീഡർഷിപ്പിൻ്റെ വർഷമാണ്. പുതിയ ജോലി, പുതിയ ഉത്തരവാദിത്തം, മുന്നേറ്റം എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണ്. എന്നാൽ അഹങ്കാരം നിയന്ത്രിക്കണം. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ചെടുക്കുക. നമ്പർ 2 ഉള്ളവർക്ക് 2026 ഒരു ഇമോഷണൽ വർഷമായിരിക്കും. ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. പ്രണയകാര്യങ്ങളിൽ മുന്നേറ്റം ഉണ്ടാകും. എന്നാൽ മനസ്സിലുണ്ടാകുന്ന ആശങ്കകൾ നിയന്ത്രിക്കണം. നമ്പർ 3 ഉള്ളവർക്ക് ഇത് വളർച്ചയുടെ വർഷമാണ്. പണം, പേരും പ്രശസ്തിയും നേടാൻ സാധ്യത കൂടുതലാണ്. സോഷ്യൽ മീഡിയയിലോ ക്രിയേറ്റീവ് മേഖലയിലോ ഉള്ളവർക്ക് വലിയ നേട്ടം ലഭിക്കും. നമ്പർ 4 ഉള്ളവർക്ക് കഠിനാധ്വാനത്തിൻ്റെ വർഷമാണ്. വീടോ വാഹനമോ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ഒരുപാട് സമ്മർദ്ദം ഒഴിവാക്കുക. നമ്പർ 5 ഉള്ളവർക്ക് മാറ്റങ്ങളുടെ വർഷം. യാത്രകൾ, പുതിയ അവസരങ്ങൾ, ബിസിനസ് വളർച്ച എന്നിവയ്ക്ക് സാധ്യത. അപ്രതീക്ഷിത മാറ്റങ്ങൾ വരാം, പക്ഷേ അതിൽ പലതും നല്ലതിനായിരിക്കും. നമ്പർ 6 ഉള്ളവർക്ക് കുടുംബവും വിവാഹവും പ്രധാന വർഷം. വിവാഹയോഗം ശക്തമാകും. കുടുംബ ഉത്തരവാദിത്തം കൂടും. സ്നേഹവും കരുതലും കൂടുതൽ ആവശ്യമാകും. നമ്പർ 7 ഉള്ളവർക്ക് ആത്മീയ ഉണർവിൻ്റെ വർഷം. ദൈവചിന്ത കൂടുതൽ വരും. ക്ഷേത്ര സന്ദർശനം കൂടും. ഒരുപാട് സമയം ഒറ്റയ്ക്കിരിക്കാൻ തോന്നും. നമ്പർ 8 ഉള്ളവർക്ക് കർമ്മബലത്തിൻ്റെ വർഷം. മുൻപ് ചെയ്ത പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കും. പണം പതുക്കെ വരും. ക്ഷമയോടെ മുന്നോട്ട് പോയാൽ വലിയ നേട്ടം ലഭിക്കും. നമ്പർ 9 ഉള്ളവർക്ക് ഒരു സമാപന വർഷം. പഴയ പ്രശ്നങ്ങൾ അവസാനിക്കും. പുതിയ തുടക്കങ്ങൾക്ക് തയ്യാറാകാം. ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാം. നിങ്ങളുടെ നമ്പർ എന്താണ്? കമൻറ്റിൽ എഴുതൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇത്തരത്തിലുള്ള കൂടുതൽ പ്രവചനങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.